ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. സംസ്കാരവും പൈതൃകവും കലയും നാനാത്വത്തിൽ ഏകത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൈദരാബാദിന് സമീപം ബൊലാറമിലെ രാഷ്ട്രപതി നിലയത്തിൽ ഭാരതീയ കലാമഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഭാരതീയ കലാമഹോത്സവം പോലുള്ള ആഘോഷങ്ങൾ സംസ്കാരത്തിന്റെ കൈമാറ്റത്തിനും രാജ്യത്തെ വിവിധ സ്ഥലങ്ങളുടെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലാമഹോത്സവത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കല, സംസ്കാരം, കരകൌശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കും. നേരത്തെ ഹൈദരാബാദിലെ നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ 21ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും പരിപാടി തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പരിപാടിയുടെ മലയാളം പരിഭാഷയും ഉണ്ടായിരിക്കും. 3ാമത്തെ തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള 4ാമത് മൻ കി ബാത് പ്രഭാഷണ പരിപാടിയാണ് നാളെ നടക്കുന്നത്. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജമ്മു കാശ്മീരിൽ ചൊവ്വാഴ്ച 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയിൽ അടുത്ത മാസം 5-നാണ് ഒറ്റഘട്ട തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ജമ്മു കാശ്മീരിലെ ബിഷ്ണയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജമ്മു കാശ്മീരിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 90 അംഗ നിയമസഭാ സീറ്റുകളിലേക്കാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രത്തിന്റെ വളർച്ചയിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും ഗവൺമെന്റ് ശ്രദ്ധാലുവാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. ചെന്നൈയിൽ ഏക് പേഡ് മാ കെ നാം പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സ്പ്രസ് ഹൈവേകൾ, വ്യാവസായിക ഇടനാഴി, തുറമുഖങ്ങൾ എന്നിവയുടെ വർദ്ധനവിലൂടെ അടുത്ത 25 വർഷത്തേക്കുള്ള വികസനത്തിന്റെ പാത വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ലോകത്തെ ഭയപ്പെടുത്താൻ ഇനി ഹസൻ നസ്രല്ലയ്ക്ക് കഴിയില്ലെന്ന് ഇസ്രായേൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കൂടി സ്വായത്തമാക്കണമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ന്യൂഡൽഹിയിലെ ആകാശവാണി രംഗ്ഭവനിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി കെ രാംമോഹൻ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി ബി അബ്ദുറഹ്മാനും പങ്കെടുത്തു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ കിരീടമുയർത്തി. BBC കൈനകരി ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനെ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പിന്തള്ളിയാണ് കാരിച്ചാൽ ജലരാജാവായത്. 16ാം തവണയാണ് കാരിച്ചാൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. കുമരകം ടൌൺ ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം 3ാം സ്ഥാനം നേടി. കാൺപൂരിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന്റെ ഇന്നത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചു. ഇന്നലെ ആദ്യ ദിനം കളി അവസാനിച്ചപ്പോൾ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലാണ്. ചെന്നൈയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ബംഗ്ലാദേശിനെ 280 റൺസിന്റെ കൂറ്റൻ സ്കോറിന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെ 1-2 ഗോളുകൾക്ക് ഒഡീഷ പരാജയപ്പെടുത്തി. ബംഗളൂരുവിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ബംഗളൂരു FC മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുകയാണ്. ആദ്യ പകുതി പിന്നിടുമ്പോൾ ബംഗളൂരു എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിലാണ്. ഭൂട്ടാനിലെ തിംഫുവിൽ നടന്ന സാഫ് അണ്ടർ-17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ നേപ്പാളിനെ 4-2 പരാജയപ്പെടുത്തി. സെപ്റ്റംബർ 30 നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വിട നൽകി ജന്മനാട്. ഭൌതികാവശിഷ്ടങ്ങൾ കോഴിക്കോട് കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കർണാടകയുടെ ധനസഹായമായി 5 ലക്ഷം രൂപയും വ്യക്തിപരമായി 1 ലക്ഷം രൂപയും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അർജുന്റെ കുടുംബത്തിന് കൈമാറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ് ഷിരൂരിൽ അർജുനു വേണ്ടി നടത്തിയതെന്ന് MK രാഘവൻ MP പറഞ്ഞു.
സ്വച്ഛതാ ഹി സേവ അഭിയാന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം, ഏക് പേഡ് മാ കെ നാം വൃക്ഷത്തൈ നടീൽ തുടങ്ങിയവ നടത്തിവരികയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.